നമ്മൾ കൊല്ലത്തേക്കൊന്ന് വളരെ വേഗം പോയാലോ? തുണിക്കട എന്ന് പറഞ്ഞപ്പോൾ ചിന്നക്കട ഓർമ്മ വരുന്നു. ചിന്നക്കടയിൽ അരുൺ രാജ് ഉണ്ട്. അരുൺ, അപ്പോൾ കൊല്ലത്ത് ചിന്നക്കടയിൽ അവിടെ എന്താണ് ഇപ്പോഴത്തെ ഒരു ഓണത്തിന്റെ ഒരു മൂഡ്? എന്താണ് ആൾക്കാരുടെയൊക്കെ ഒരു പ്രതികരണം? അപ്പോൾ കളറല്ലേ അവിടെയും? ഞാൻ നടന്ന ചിന്നക്കടയിൽ നിന്ന് ചാമക്കട എത്തി. ഈ കൊല്ലത്തെ ഏറ്റവും വലിയ പ്രത്യേകത ചിന്നക്കട, ചാമക്കട, പൊയിലക്കട, കടപ്പാക്കട ഇതെല്ലാം ഒരു സർക്കിളിന്റെ കീഴിൽ ഇങ്ങനെ ചുറ്റിയുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഉള്ള ഈ ചാമക്കടയിൽ ഇപ്പോൾ ഈ കാണുന്നത് മധുര പലഹാരങ്ങൾ വിൽക്കുന്ന കടയാണ്. ഓണമൊരുക്കാനുള്ള അവസാനഘട്ട ഓട്ടത്തിലാണ് ഓരോ വീട്ടമ്മമാരും. ചേച്ചി, ഓണമൊക്കെ എന്തായി? ഓണമൊക്കെ ഹാപ്പി ഓണം. അവസാനം വിശേഷമൊന്നുമില്ല, നല്ലതായിരിക്കുന്നു. ചിപ്സിനൊക്കെ വില കൂടിയോ? സാധനമൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. വളരെ വേഗത്തിൽ ഈ സാധനങ്ങൾ ദൂഷണയിലെ അടക്കം കൊണ്ടുപോകുന്നവരുണ്ട്. ദൂഷണയ്ക്കിലൊക്കെ വിലയാണോ? നല്ലേ കുഴപ്പമില്ല, മാനായിട്ടുള്ള വില. മാനായിട്ടുള്ള ഇല കൊണ്ടുപോയി ഓണം ഉണ്ട അവസ്ഥയായി. അതെ അതെ, നമുക്ക് പണ്ടൊക്കെ നമ്മൾ തന്നെ കൃഷി ചെയ്ത് ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇല വരുന്നത്, എന്നാലും കുഴപ്പമില്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഓരോ ഘട്ടത്തിലും പച്ചക്കറി അടക്കം, പൂവും പച്ചക്കറിയും അടക്കം വിൽക്കുന്നവരുണ്ട്. ഈ കൊല്ലത്തിന്റെ പ്രത്യേകത എല്ലാം ഈ തമിഴ്നാട്ടിൽ നിന്നടക്കം വളരെ സുലഭമായി എത്തുന്ന സ്ഥലം കൂടിയാണ്. ഈ പൂക്കൾ, അത് പൂക്കളുടെ ഒരു വിപുലമായി. ഒരു സെറ്റ് പൂവിന് എത്രയാവും? ഇത് 200 രൂപ, 100 രൂപയുടെ ഉണ്ട്. എല്ലാ ടൈപ്പ് പൂവും? എല്ലാ ടൈപ്പ് 13 ഐറ്റം ഉണ്ട്. 13 ഐറ്റം കച്ചവടം ഉണ്ട്, പൊളിക്കുന്നുണ്ട്. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. വലിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ആഘോഷം നടന്നിട്ടുണ്ട്. ഓണമായിട്ട് നല്ല ഓണം നടന്നിട്ടുണ്ട് കച്ചവടം. ചേട്ടാ, ഇലയൊക്കെ എങ്ങനെയുണ്ട് കച്ചവടം? കുഴപ്പമില്ല. ഈ എത്ര ദിവസമായി ദിവസങ്ങൾ നീണ്ട പരിശ്രമമാണ്? അങ്ങനെയൊന്നുമില്ല, നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നതാണ്. കുഴപ്പമില്ലാത്ത കച്ചവടമുണ്ട്, മാന്യമായിട്ടുള്ള കച്ചവടം. ശരി. ഈ ചാമക്കടയിലെ എല്ലാവരും ഇങ്ങനെ വളരെയേറെ തിരക്ക് പിടിച്ച അവസ്ഥയിലാണ്. ഓരോ ഘട്ടത്തിലും ആൾക്കാർ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങി എത്രയും വേഗം വീട്ടിലേക്ക് പോകാനുള്ള ധൃതിയിലാണ് ആളുകൾ. എന്തായാലും കൊല്ലത്തെ ഓണം കൂടുതൽ മനോഹരമാവുകയാണ്. നിർത്തുന്നതിനും പറയുന്ന കുറച്ച് കടകൾ ഇങ്ങനെ ചാമക്കട, ചിന്നക്കട അങ്ങനെ പറഞ്ഞല്ലോ, അതൊന്നുകൂടി ഒന്ന് പറയോ? ഒരു പാട്ടുണ്ട്, ചിന്നക്കട, ചാമക്കട, പൊയിലക്കട, കടപ്പാക്കട, ആ കൊല്ലത്തിന്റെ കടകളുടെ ഒരു ചുറ്റുമുള്ള സർക്കിളിലുള്ള സ്ഥലങ്ങളാണ്. അത് കൊല്ലത്തിന്റെ മാത്രം അല്ലെങ്കിൽ കൊല്ലത്തിന്റെ ചിരകാല പ്രൗഢിയോളം നിലനിൽക്കുന്നതാണ്. ഈ നിൽക്കുന്ന ക്ഷേത്രവും അതിന്റെ സമീപം, അത് നമ്മൾ ഈ നിൽക്കുന്നത് വളരെ പൈതൃകമുള്ള സ്ഥലങ്ങളുടെ ഭാഗമാണ്. അതാണ്. അപ്പൊ അതിനൊരു പാട്ട് അറിയാന്ന് പ്രജൻ പറഞ്ഞല്ലോ, ആ പാട്ട് ഇപ്പൊ പാടുന്നോ? ആ പാട്ട് എനിക്ക് അറിഞ്ഞൂടാ, അത് അരുൺ രാജൻ അറിയാതിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.